ഹായ് ഓൾ, നിഹാരത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്ത മഴയ്ക്ക് ശേഷം റോസാ ചെടികൾക്ക് കൊടുക്കേണ്ട കെയറിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ 28K+ വ്യൂസ് ആയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയെന്നോണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. റോസാ ചെടികളിൽ 15 ദിവസത്തിനുള്ളിൽ വിസിബിൾ ആയിട്ടുള്ള മാറ്റം കാണിക്കുന്ന നിറയെ പൂമൊട്ടുകളും പൂക്കളും നിറയുന്ന 2 അടിപൊളി ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒന്നാമത്തേത് ഇന്റർനാഷണലി റോസാ പ്ലാന്റ്സിന് പ്രൂവൺ ആയിട്ടുള്ള ഫെർട്ടിലൈസറും നമ്മുടെ വീട്ടിൽ തന്നെ നിർമ്മിക്കാൻ പറ്റുന്നതാണ്. രണ്ടാമത് നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാജിക് മിക്സ് ഫെർട്ടിലൈസറുമാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മുരടിച്ച് നിൽക്കുന്ന റോസാ ചെടികൾ പോലും തളിർത്ത നല്ല ആരോഗ്യത്തോടെ വളരാൻ വിനാഗിരിയും വെള്ളവും കലർന്ന മിശ്രിതം എങ്ങനെ സഹായിക്കുന്നുണ്ടെന്ന്. അത് ഉപയോഗിച്ചതിനു ശേഷം കൃത്യം 1 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് ഈ 2 ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാം. ഈ 2 ഫെർട്ടിലൈസേഴ്സ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ എൻഡിൽ പറയുന്ന ബോണസ് ടിപ്പ് കൂടി ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ റോസ് പ്ലാന്റിൽ ഫ്ലവേഴ്സ് ട്രിപ്പിൾ ആകും. ഡബിൾ അല്ല, ട്രിപ്പിൾ ആകും, ഗ്യാരണ്ടി ആണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണാനായി ശ്രമിക്കുക. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫെർട്ടിലൈസർ, ഫിഷ് അമിനോ ആസിഡ്. ഞാൻ സ്ഥിരമായി ഉപയോഗിക്കുന്നതും എൻ്റെ വീട്ടിലുണ്ടാക്കിയതുമായിട്ടുള്ളതാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഒരു ഫെർട്ടിലൈസർ ആണിത്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ജപ്പാൻ റോസ് ഫാം തുടങ്ങി ഇവിടുത്തെ റിസർച്ച് എല്ലാം ഇതിനെ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് ഫെർട്ടിലൈസർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു 1 ലിറ്ററിൻ്റെ പെയിൻറ് കപ്പാണ് എടുക്കുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, FFI അതായത് ഫിഷ് അമിനോ ആസിഡ് ഇല്ലെന്ന് കരുതിയിട്ട് വിഷമിക്കേണ്ട കാര്യമില്ല. നമുക്ക് വീട്ടിലെ വേസ്റ്റ് കൊണ്ട് തന്നെ സെക്കൻഡ് മിക്സ് അടിപൊളി ഫെർട്ടിലൈസർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇനിയും ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോസിനും ടിപ്സുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഫിഷ് അമിനോ ആസിഡ് ആണ്. ഇതിപ്പോൾ തീരാറായിട്ടുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടോ, കമൻറ്റിൽ നമുക്കത് ചെയ്യാം. നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാത്രത്തിൽ വെള്ളം എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ വെള്ളത്തിന് 2 സ്പൂൺ ഫിഷ് അമിനോ ആസിഡ് എന്ന കണക്കിലാണ് നമ്മളിത് എടുക്കേണ്ടത്. വലിയ സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ മതിയാകും. ഇത് ചെറിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 സ്പൂൺ എടുത്തിരിക്കുന്നത്. FFAയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതുപോലെ തന്നെ എസെൻഷ്യൽ ട്രേസ് എലമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇത് പെട്ടെന്ന് തന്നെ നമ്മുടെ റോസ് ചെടികൾക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ FFAയിലെ അമിനോ ആസിഡ് സെൽ ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും ഒക്കെ സഹായിക്കുന്നതുകൊണ്ട് ഫാസ്റ്റ് ആയിട്ടുള്ള ഗ്രോത്ത് നടക്കുകയും നല്ലതുപോലെ പൂമൊട്ടുകളും പൂക്കളും ഒക്കെ ഉണ്ടാവാനായിട്ട് സഹായിക്കും. മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഫിഷ് അമിനോ ആസിഡ് ഞാൻ വെള്ളവും കൂടി ഒഴിച്ചിട്ട് 1 ലിറ്റർ ആക്കുകയാണ്. ഈ ഫിഷ് അമിനോ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ മത്തിയും അതുപോലെ തന്നെ ശർക്കരയും കലർന്നിട്ടുള്ള ഒരു മിശ്രിതമാണ്. ഇനി ഈ ലൈനിലേക്ക് നമ്മൾ എല്ലുപൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ ഫിഷ് അമിനോ ആസിഡ് എടുത്ത അതേ സ്പൂണിന് 3 സ്പൂൺ എല്ലുപൊടിയാണ് നമ്മളിവിടെ ഇടുന്നത്. എല്ലുപൊടിയിൽ അടങ്ങിയിരിക്കുന്ന ഫോസ്ഫറസും കാൽസ്യവും നമ്മുടെ റോസാ ചെടികളുടെ റൂട്ട് ഡെവലപ്മെൻറ്റും അതുപോലെ ബ്ലൂം ഡെവലപ്മെൻറ്റും സഹായിക്കുന്നു. പൂക്കൾക്ക് നല്ല വലിപ്പവും അതുപോലെ തന്നെ നല്ല കളറും ഉണ്ടാകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. റോസ് ചെടിയെ സംബന്ധിച്ച് റോസ് ചെടിയല്ല, ഫ്ലവറിങ്ങിനായിട്ടുള്ള ഏത് പ്ലാന്റിനും നമുക്ക് ഈ വളം ഉപയോഗിക്കാവുന്നതാണ്. പൂക്കൾക്ക് നല്ല വലിപ്പവും നല്ല കളറും അതുപോലെ തന്നെ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ടും ഈ വളം നല്ലതുപോലെ നമ്മളെ സഹായിക്കും. ഈ വളം കൊടുത്ത് കൃത്യം ഒരു 7 ദിവസം കഴിയുമ്പോൾ നല്ലൊരു മാറ്റം നമ്മുടെ റോസാ ചെടികളിൽ കാണാൻ പറ്റും. 15 ദിവസം കഴിയുമ്പോൾ നല്ലതുപോലെ പൂമൊട്ടുകൾ വന്ന് നിറയാൻ തുടങ്ങും. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾ ഇതുപോലെ ഏതെങ്കിലും നല്ല നല്ല വളങ്ങളുടെ മിക്സുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേരെ, എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. ഇനി നമ്മുടെ സെക്കൻഡ് ഫെർട്ടിലൈസർ, നമ്മുടെ കിച്ചൺ വേസ്റ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി ഫെർട്ടിലൈസർ ആണ് ഇനി കാണിക്കുന്നത്. അതിന് വേണ്ടത് നമ്മൾ കഴിച്ചിട്ട് കളയുന്ന പഴത്തൊലിയില്ലേ, അത് കളയാതെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി ഫെർട്ടിലൈസർ ഉണ്ടാക്കാം. ഫിഷ് അമിനോ ആസിഡ് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ലേ. കിച്ചൺ വേസ്റ്റ് കൊണ്ട് 1 രൂപ ചിലവില്ലാതെ നമുക്ക് അതേ ഗുണമുള്ള വേറൊരു ഫെർട്ടിലൈസർ നിർമ്മിച്ചെടുക്കാം. അതിനായി നമുക്ക് വേണ്ടത് ഇത് കണ്ടോ, 1 ലിറ്ററിൻ്റെ കപ്പ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൽ ഫുള്ള് കഞ്ഞിവെള്ളം വേണം. കഞ്ഞിവെള്ളവും പഴത്തിൻ്റെ തൊലിയും ഉപയോഗിച്ചുള്ള ഈ വളം നമ്മൾ പൊളിപ്പിച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. 1 ലിറ്റർ കഞ്ഞിവെള്ളത്തിലേക്ക് 2 പഴത്തിൻ്റെ തൊലി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വേണം ഇടേണ്ടത്. അരിഞ്ഞ് 3 ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കാം. ഈ വളം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ കഞ്ഞിവെള്ളത്തിലേക്ക് പഴത്തൊലി അരിഞ്ഞിട്ടതിന് ശേഷം നന്നായി ഒരു പാത്രം വെച്ച് അടച്ച് സൂര്യപ്രകാശം കിട്ടാത്ത വിധത്തിൽ 3 ദിവസം വേണം പുളിപ്പിക്കാനായിട്ട് വെക്കേണ്ടത്. പഴത്തൊലിയിലും അതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിലും അടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ് ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാവാനുമായിട്ട് സഹായിക്കുന്നവയാണ്. പുളിപ്പിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിലും ഗുണം കൂടും. ഇത് 3 ദിവസം കഴിഞ്ഞിട്ടുള്ള വളത്തിൻ്റെ അവസ്ഥയാണ്. ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി
മിക്സ് ചെയ്തതിനു ശേഷം നമ്മളിത് അരിച്ചെടുത്ത് 4 ഇരട്ടി വെള്ളവും ചേർത്ത് ചെടികളിൽ ഉപയോഗിക്കാം. പൊട്ടാസ്യവും ഫോസ്ഫറസ് കണ്ടന്റും ധാരാളമായിട്ടുള്ള ഈ വളം ബഡ്സിനെ ഓപ്പൺ ചെയ്യാനും കണ്ടിന്യൂസ് ബ്ലൂംസ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പെർഫെക്റ്റ് കോംബോയാണ്. നമ്മുടെ ഈ 2 വളങ്ങൾ തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ ഫെർട്ടിലൈസർ ആയിട്ടുള്ള ഫിഷ് അമിനോ ആസിഡ് 15 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെടികൾക്ക് കൊടുത്താൽ മതി. പക്ഷേ ഇത് നമ്മൾ 7 ദിവസം കൂടുമ്പോൾ നമ്മൾ ഈ വളം കൊടുത്തുകൊണ്ടിരിക്കണം. കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി റിസൾട്ട് ഉറപ്പാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ബോണസ് ടിപ്പാണ്. ഈ വളങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ടത്. ഈ വളങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചെടികളിലുള്ള ഇതുണ്ട് പൂക്കൾ വന്ന് വാടിയ മുട്ടുകളും അതുപോലെ ഉണങ്ങി നിൽക്കുന്ന കമ്പുകളും എല്ലാം നല്ലതുപോലെ പ്രൂൺ ചെയ്ത് കൊടുക്കണം. നമ്മളിങ്ങനെ പ്രൂൺ ചെയ്യുന്നത് വഴി, അതായത് നമ്മുടെ ഈ ഡെഡ് ഫ്ലവേഴ്സും കമ്പുകളും ഒക്കെ പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പ്ലാന്റ് എനർജി പുതിയ ബഡ്സിലേക്ക് പോകും. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ, അതായത് ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ പുതിയ തളിരുകൾക്ക് കൂടുതൽ ആരോഗ്യമുണ്ടാവാനും അതുപോലെ തന്നെ നിറയെ പൂമൊട്ടുകൾ ഉണ്ടാവാനും ഇത് സഹായിക്കുന്നു. നമ്മുടെ റോസ് ചെടിയുടെ മറ്റൊരു ബ്ലൂമിങ് സീക്രട്ടാണ് 6 മണിക്കൂറിലായിട്ട് നേരിട്ട് കിട്ടുന്ന സൂര്യപ്രകാശം. നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ നല്ലതുപോലെ പൂക്കൾ നമ്മുടെ റോസ് ചെടിയിലുണ്ടാകും. ഞാൻ നമ്മുടെ ഫെർട്ടിലൈസർ പരീക്ഷിച്ച് നോക്കിയത് ഈ പൂക്കളൊന്നും ഇല്ലാതെ നിൽക്കുന്നത് നമ്മുടെ ബട്ടൺ റോസിലാണ്. ഇതിൻ്റെ റിസൾട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരുന്നതാണേ. നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത് കളകളാണ്. നമ്മൾ ഈ വളങ്ങൾ കൊടുക്കുമ്പോൾ കളകൾ പറിച്ചു കളഞ്ഞില്ലെങ്കിൽ നമ്മുടെ ചെടികളേക്കാൾ മുന്നേ ഈ കളകൾ ആർത്ത് കിളിച്ചു വരും. കളകൾ പറിച്ചു കളഞ്ഞതിന് ശേഷം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മണ്ണാണ്. മണ്ണ് കണ്ട് ഇത് മണ്ണ് തറഞ്ഞു കിടക്കുക. മണ്ണിന് ഒരു ഇളക്കമില്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വളം പെട്ടെന്ന് റൂട്ടിന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് മണ്ണ് നല്ലപോലെ ഒന്ന് ഇളക്കമുള്ളതാക്കിയതിന് ശേഷം വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ വേരുകൾക്ക് അത് പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് റിസൾട്ട് കിട്ടാനുള്ള ഒരു സീക്രട്ട് ടിപ്പാണിത്. ഇതുപോലെയുള്ള ഫ്ലവറിങ്ങിനെയൊക്കെ ബൂസ്റ്റ് ചെയ്യുന്ന ഫെർട്ടിലൈസർ ഉപയോഗിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ബോണസ് ടിപ്പുകളും കൂടി നമ്മൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇരട്ടി റിസൾട്ട് കിട്ടും. ഇത് കണ്ടു, ഇപ്പം തന്നെ മണ്ണിന് നല്ല ഇളക്കമായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ആ വളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് വലിച്ചെടുക്കുകയും നമുക്ക് റിസൾട്ട് പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. ഇന്റർനാഷണലി പ്രൂവൺ ആയിട്ടുള്ള ഫിഷ് അമിനോ ആസിഡ് ഫെർട്ടിലൈസർ, അതുപോലെ കഞ്ഞിവെള്ളവും നമ്മുടെ പഴത്തൊലിയും ഉപയോഗിച്ചുകൊണ്ടുള്ള ഫെർട്ടിലൈസറും, അതുപോലെ നമ്മൾ ബോണസ് ടിപ്പായിട്ട് പറഞ്ഞു തന്ന റൈറ്റ് ആയിട്ടുള്ള, അതായത് ശരിയായിട്ടുള്ള കെയറിങ് മെത്തേഡും കൂടി നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ നമ്മുടെ റോസാ ചെടികളിൽ നിറയെ പൂമൊട്ടുകൾ ഉണ്ടാകും. നിങ്ങൾ ഇതിൽ ഏത് ഫെർട്ടിലൈസറാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്? ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നിങ്ങൾ ഇതുപോലെ പരീക്ഷിച്ച് നിങ്ങൾക്ക് നല്ല സക്സസ് കിട്ടിയിട്ടുള്ള ഫെർട്ടിലൈസർ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഇനിയും ഇതുപോലെയുള്ള ഗാർഡനിങ് ടിപ്സുകൾക്കും വീഡിയോസിനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഈ വീഡിയോ പ്രയോജനപ്രദമായി തോന്നിയെങ്കിൽ നിങ്ങളുടെ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഞാൻ പറഞ്ഞത് മറക്കണ്ട, നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ബെസ്റ്റ് റിസൾട്ട് കിട്ടിയ ഫെർട്ടിലൈസർ മിക്സ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് എല്ലാവർക്കും അതൊരു ഉപകാരമാകുമല്ലോ. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത മഴയ്ക്ക് ശേഷം റോസ് ചെടികൾക്ക് കൊടുക്കേണ്ട കെയറിങ്ങിനെ കുറിച്ചും പ്ലാന്റ് ഹെൽത്തി ആയിട്ട് വളരുന്നതിനുള്ള ടിപ്സിനെ കുറിച്ചുമായി ചെയ്ത വീഡിയോ കാണാനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നോക്കിയാൽ മതി, അവിടെ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ ടേക്ക് കെയർ ഫ്രണ്ട്സ് ആൻഡ് ഹാപ്പി ഗാർഡനിങ്.